ഭരണപരമായ കാര്യക്ഷമതയും സാമ്പത്തിക അച്ചടക്കവും പ്രകടിപ്പിക്കുന്നതിനുള്ള അവസരമാണ് അധികാരമേൽക്കാൻ പോകുന്ന കേരള മന്ത്രിസഭയ്ക്ക് കൈവന്നിരിക്കുന്നത്. മന്ത്രിമാരുടെ എണ്ണം 15-എങ്കിലുമായി പരിമിതപ്പെടുത്തുന്നത് ഭരണത്തിനും പൊതു താൽപര്യങ്ങൾക്കുമാണ് മുൻഗണന എന്ന ശക്തമായ സന്ദേശം നൽകും. കൂടാതെ കഴിവും യോഗ്യതയുമുള്ള ഒരു പ്രൊഫഷണൽ ധനകാര്യമന്ത്രിയെ നിയമിക്കുന്നത് സാമ്പത്തിക മാനേജ്മെന്റിനും ദീർഘകാല പുരോഗതിക്കും ആവശ്യമാണ്. ധനകാര്യം, കടം, നിക്ഷേപം, വ്യവസായം, സാമ്പത്തിക ആസൂത്രണം എന്നിവ മനസ്സിലാക്കാൻ കഴിവുള്ള നേതൃത്വമായിരിക്കണം. സാമ്പത്തിക വെല്ലുവിളികളെ നേരിടാൻ പ്രായോഗിക തീരുമാനങ്ങൾ, ഉത്തരവാദിത്തം, വ്യക്തമായ കാഴ്ചപ്പാട് എന്നിവ ആവശ്യമാണ്. കൂടാതെ പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കുകയും പെൻഷൻ, ആനുകൂല്യങ്ങൾ എന്നിവ പുനഃപരിശോധിക്കേണ്ടതിന്റെ ആവശ്യകതയും നിലനിൽക്കുന്നു. രാഷ്ട്രീയ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചുവരുന്ന ചെലവ് ഖജനാവിന് വലിയ ഭാരമാണ്. സാധാരണക്കാരോട് ഉയർന്ന നികുതിയും ജീവിതച്ചെലവും വഹിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സർക്കാർ ചെലവുകളിലെ നിയന്ത്രണം അനിവാര്യമാണ്.